വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യത്തേത്, കേന്ദ്രത്തിൻ്റെ മറ്റൊരു വമ്പൻ പ്രഖ്യാപനം കൂടി പ്രാവർത്തികമാകുകയാണ്. ഭാരത് ബ്രാൻഡിലുള്ള കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്കുള്ള അരി വിപണിയിലിറക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് കേന്ദ്രം ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. അരിയുടെയും നെല്ലിൻ്റെയും സ്റ്റോക്ക് അറിയിക്കുവാൻ മൊത്ത വ്യാപാരികൾക്കും മില്ലുടമകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കുറഞ്ഞ വിലയ്ക്ക് അരി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഭാരത് റൈസ്. നാഫെഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ ഏജൻസികൾ മുഖേന ഭാരത് റൈസ് എന്ന പേരിൽ അരിയുടെ ചില്ലറ വിൽപ്പനയ്ക്കായാണ് 5 ലക്ഷം മെട്രിക് ടൺ അരി കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് 1 കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് ഭാരത് അരി ലഭിക്കുക. APL, BPL വ്യത്യാസമില്ലാതെ ഈ അരി ലഭിക്കും. 5 കിലോ, 10 കിലോ ചാക്കുകളിലാണ് അരി ലഭിക്കുക. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ കേന്ദ്ര ഏജൻസികളുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നും മൊബൈൽ വാനുകളിൽ നിന്നും അരി വാങ്ങാവുന്നതാണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ശൃംഖലകളിലേക്കും ഭാരത് അരി ഉടൻ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പൊതുമാർക്കറ്റിൽ അരിയുടെ വില വർധന പിടിച്ചു നിർത്തുവാൻ ഭാരത് അരിയുടെ വിൽപ്പന സഹായിക്കും. നേരത്തെ ആരംഭിച്ച ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവയുടെ വിതരണം രാജ്യത്തെ 2000 കേന്ദ്രങ്ങളിൽ വിജയകരമായി തുടരുകയാണ്. ഇതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരത് അരിയുടെ വിൽപ്പനയും ആരംഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. 2024 സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയായി തന്നെ അടുത്ത വർഷത്തേക്കും നിലനിർത്തിയിരിക്കുകയാണ് ധനമന്ത്രി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ 1600 രൂപയുടെ പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തി 5 വർഷത്തിനകം 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തൻ്റെ 4ാമത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഇതുവരെ 1 രൂപ പോലും ഈ സർക്കാരിൻ്റെ കാലത്ത് കൂട്ടാതെ വാഗ്ദാന ലംഘനം തുടരുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ മുടക്കം കൂടാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ എന്ന പേരിൽ ഇന്ധന സെസ് 2 രൂപ വീതം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ജനുവരി മാസം വരെയായി 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുന്നതാണ് നിലവിലെ സ്ഥിതി. ഇപ്പോൾ 2024 ബജറ്റിലും സമാനമായ അവകാശവാദം ഉയർത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസമാകുമ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആകുകയും സർക്കാരിന് 2024 വർഷത്തെ കടമെടുക്കൽ ആരംഭിക്കുവാനും സാധിക്കും. ഇപ്പോൾ കടമെടുക്കുവാനുള്ള പരിധി കഴിഞ്ഞതിനാലാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്. അതിനാൽ കുടിശ്ശിക പെൻഷനുകൾ 2 അല്ലെങ്കിൽ 3 മാസത്തിലേത് ഏപ്രിൽ മാസം മുതൽ ലഭിക്കും. അതുവരെയുള്ള 2 മാസം, അതായത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പരമാവധി ഓരോ മാസത്തെ പെൻഷൻ തുകയായിരിക്കും ലഭിക്കുക.